നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോഴമംഗലത്തെ ഒരു പച്ചക്കറി കടയിലാണ്. ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു വരുന്ന സമയമാണ്. നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പച്ചക്കറി വിലയൊക്കെ എങ്ങനെയുണ്ട്? പച്ചക്കറിയൊക്കെ കുതിച്ചു കയറുവാൻ മതി, നല്ല വിലയാ. സാധാരണക്കാർക്കൊന്നും ഉപയോഗിക്കാനോ മേടിക്കാനോ കഴിയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ വില എന്തിനാണ്? ഏറ്റവും കൂടുതൽ തക്കാളി, കായ, പയറ് എല്ലാത്തിനും കൂടുതൽ തന്നെയാണ്. അതിന് കുറവെന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാത്തിനും ഭയങ്കര, ഇഞ്ചിക്കൊക്കെ ഭയങ്കര വിലയാണ്. വീട്ടമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പച്ചക്കറി വില ബാധിച്ചിരിക്കുന്നത്? വീട്ടമ്മ എന്നുള്ള ഒരു നിലയിൽ പച്ചക്കറി വില ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പേ വളരെ കുറവായിരുന്നു. ഇപ്പൊ ഈ സർക്കാർ മാറി മാറി കയറി ഇറങ്ങി ജനങ്ങളെ, അതായത് സാധാരണക്കാരെ വളരെയധികം കഷ്ടപ്പെട്ടാക്കിയതാണ്. നമ്മള് പൊതുവെ കൃഷി ചെയ്യാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ടോ? നമ്മൾ കൃഷി ചെയ്താൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുമോ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ളവരാരും അങ്ങനെ വലിയ കൃഷിയൊന്നും ചെയ്യില്ല. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൃഷി ചെയ്താണ് സാധനങ്ങളാണ്, നമ്മുടെ ഒരു കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ നമസ്കാരം. എന്താ പേര്? പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? പച്ചക്കറി വില 2-3 ഐറ്റംസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നല്ല വിലയാണ്. കാലാവസ്ഥയുടെ ഒരു പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ മഴ കിട്ടുന്ന സമയത്ത് മഴ കിട്ടിയില്ല, വേലിന്റെ സമയത്ത് വേര് കിട്ടില്ല. വ്യത്യസ്തമായ കാലാവസ്ഥ കൊണ്ട് പച്ചക്കറി തമിഴ്നാട്ടിൽ ഇല്ല. വളരെ ഷോർട്ടേജാണ്, സാധനങ്ങളെല്ലാം വിലയും കൂടുതലാണ്. ഇവിടെയാണെങ്കിൽ നാട്ടിലാണെങ്കിൽ സാധനങ്ങളില്ല, മഴ പെയ്തെല്ലാം നശിച്ചു പോയി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറല്ല. അവർക്ക് ഉൽപാദനത്തിന് വിലയും കിട്ടുന്നില്ല ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ വ്യത്യാസമുള്ള പച്ചക്കറി മൊത്തം ഷോർട്ടേജാണ് നിലവിൽ. അപ്പൊ ആളുകളൊക്കെ വരുന്നുണ്ടോ? ആളുകൾക്ക് എന്നാലും വാങ്ങിക്കാതിരിക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഇറച്ചി വില ഉള്ളതാണ്, മീൻ വില ഉള്ളതാണ്, മുട്ട വില ഉള്ളതാണ്. അപ്പൊ സാധനത്തിന് പച്ചക്കറി ഒഴിവാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് മേടിക്കും. ചെലവ് കുറവാണ്, പൊതുവെ ചെലവ് കുറവാണല്ലേ? ബിസിനസ് വളരെ ഡൗൺ ആണ്. ഏറ്റവും കൂടുതൽ വില കൂടുതൽ എന്തിനാണ്? ഇപ്പൊ നിലവിൽ മുരിങ്ങാക്ക വില കൂടുതലുണ്ട്, ക്യാബേജ് വില കൂടുതലുണ്ട്, ബീറ്റ്റൂട്ട് വില കൂടുതലുണ്ട്, പിന്നെ ബീൻസ് വില കൂടുതലാണ്, തക്കാളി വില കൂടുതലാണ്. 2-3 ഐറ്റംസ് ഒഴിച്ച് ബാക്കിയെല്ലാം വില കൂടുതലാണ്. കൃഷിനാശമൊക്കെ നന്നായിട്ട് വ്യാപകമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പാലക്കാട് ഏരിയയിലാണ് പച്ചക്കറി ഇല്ല. പാലക്കാടൊന്നും കൃഷി ഇല്ലാതെ ആയിട്ട് ഒരു കൊല്ലാവാറായില്ലേ. ഇപ്പൊ മെയിൻ ആയിട്ട് പച്ചക്കറി വരുന്ന തമിഴ്നാട് ഏരിയ ആണ് കൂടുതൽ, മൈസൂർ. വില കുറഞ്ഞ കൂടിക്കൊണ്ടിങ്ങനെ വില ബീൻസ്, പാവയ്ക്ക, തക്കാളി ഇങ്ങനെയൊക്കെയാണ് വില. നമസ്കാരം. എന്റെ പേര് രാജൻ. പച്ചക്കറി വില കഴിഞ്ഞ മാസത്തെ വെച്ച് ഈ മാസം കൂടുതലാണ്. കസ്റ്റമേഴ്സ് വില അവരെ ബാധിക്കുന്നുണ്ടായിരുന്നു. ചില ഐറ്റംസ്, വില കൂടിയ ഐറ്റംസിന് പൊതുവെ ചെലവ് കുറവായി. മോശം എന്ന് വെച്ചാൽ ഇപ്പൊ സീസൺ മഴക്കാലമായതിന്റെ മോശം കൂടി ഉണ്ട്. ഇഞ്ചി, പിന്നെ ബീൻസ് കഴിഞ്ഞ മാസം വില കുറഞ്ഞു. ഇപ്പൊ ബീൻസ് 180 ഒക്കെ ആയി. തക്കാളി 80 ആയി. പച്ചമുളക് കഴിഞ്ഞ മാസം നല്ല വിലയായിരുന്നു, അത് 80 ആയി. ഉള്ളി 60 രൂപ കിലോ. കിഴങ്ങ് സവാള 40, കുക്കുംബർ 40, വെള്ളിരിക്ക 40, പയർ 60, 50, വെണ്ടയ്ക്ക 50, 60, ക്യാബേജ് 50. ഇപ്പോഴത്തെ റെറ്റെയിൽ വില ഏകദേശം. മാങ്ങയില് വില വേരിയേഷൻ വന്നില്ല. ബീൻസ്, ക്യാരറ്റ്, പച്ചമുളകൊക്കെ കണ്ടാലും വില വന്നു. ക്യാബേജ് വരെയും വില കൂടിയായിരുന്നു. ഇപ്പൊ ചില്ലറ 60 രൂപ. ക്യാബേജ് 50, 40, 30 ഒക്കെ ആയിരുന്നു. അത് ഒരു 2-3-4 മാസമായിട്ട് ഈ 60 രൂപ സ്റ്റേജ് നിൽക്കുന്നത്. വില മഴക്കാലം ആകുമ്പോൾ വ്യാപകമായിട്ട് പച്ചക്കറി അവിടെ ആവും. മൈസൂർ എന്നാണ് കൂടുതൽ സാധനം തന്നെ തമിഴ്നാട് പച്ചക്കറിക്ക്. അവിടുന്ന് വ്യാപകമായിട്ട് വന്നാൽ വില സ്വാഭാവികമായിട്ട് കുറയും. ലോക്കൽ പച്ചക്കറി ഇല്ല, അതാണ് ഇത്ര പ്രശ്നം. പിന്നെ വില കുറവെന്ന് വെച്ചാൽ പടവലയൊക്കെ നിസ്സാര വില, ഇപ്പൊ 40 രൂപ 30 ഉള്ളൂ. ബാക്കിയൊന്നും എല്ലാം നല്ല വിലയാണ്. കുമ്പളങ്ങ, മത്തങ്ങയൊക്കെ വിലയാണ്, ബാക്കിയൊക്കെ നല്ല വില. പഴം ഞാലിപ്പൂമ്പല ഹോൾസെയിൽ റേറ്റ് 64-65 റേറ്റില് ഹോൾസെയിൽ. അതുപോലെ ഏത്തപ്പഴം ആണെങ്കിൽ 42-43. അതുപോലെ മറ്റുള്ള ഐറ്റംസ് ആണെങ്കിൽ അളയും കൂടെ 30 രൂപ. അങ്ങനെയുള്ള ഐറ്റംസ്, പഴയ ഐറ്റംസ് ഒക്കെ നല്ല വിലയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് സാധനം വന്നത്. ഈ ഉണക്ക് വായിച്ചുകൊണ്ട് ഉണക്കി പോയതുകൊണ്ട് വളരെ വില കൂടുതലാണ്. ഇത് ഏത്തപ്പഴം എല്ലാം വില കൂടുതലാണ്. ഞാലിപ്പൂരും വില കൂടുതലാണ്. കച്ചവടം വളരെ മോശമാണ്. പ്രത്യേകം സ്കൂൾ സീസൺ ആയതുകൊണ്ട് കച്ചവടം, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ആൾക്കാരുടെ വില തുലം കുറച്ചല്ലേ വാങ്ങിക്കണം. അതുകൊണ്ട് കച്ചവടം വളരെ മോശമാണ്. വിലക്കയറ്റം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരനാണല്ലോ ഇതൊക്കെ വാങ്ങിക്കണേ. വിലക്കയറ്റം വളരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. M4 മലയാളം, കോതമംഗലം.